10 വർഷക്കാലം പാർലമെന്റ് അംഗമായിരുന്നതിന് ശേഷം വീണ്ടും ജനങ്ങളെ സമീപിക്കുമ്പോൾ സാധാരണഗതിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന പരാതികൾ, പരിവേദനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു 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 പ്രതികരണങ്ങളുമില്ലാതെ നല്ല സ്വീകാര്യതയോടുകൂടി പൊതുജനങ്ങളുമായി ഇടപെടാനും തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രചരണ പരിപാടി പ്രധാനമായും കടകമ്പോളങ്ങൾ കയറിയിറങ്ങി ബഹുജനങ്ങളുമായി, വോട്ടർമാരുമായി നേരിട്ട് ആശയവിനിമയം നടത്തി വോട്ടഭ്യർത്ഥിക്കുന്ന പ്രക്രിയ അതിൻ്റെ ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തീകരിക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇന്നും നാളെയുമായി ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വിവിധ ഘടകങ്ങൾ ആലോചിച്ച് വ്യക്തമായ ഒരു കർമ്മപരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. വളരെ അനുകൂലമായ പ്രതികരണമാണ് പൊതുവെ ജനങ്ങളിൽ നിന്ന്, വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. 10 വർഷക്കാലം പാർലമെന്റ് അംഗമായിരുന്നതിന് ശേഷം വീണ്ടും ജനങ്ങളെ സമീപിക്കുമ്പോൾ സാധാരണഗതിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന പരാതികൾ, പരിവേദനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു 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 പ്രതികരണങ്ങളുമില്ലാതെ നല്ല സ്വീകാര്യതയോടുകൂടി പൊതുജനങ്ങളുമായി ഇടപെടാനും അവരുടെയൊക്കെ നല്ല പിന്തുണ ആർജിക്കാനും കഴിയുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളതാണ്. സത്യത്തിൽ പൊതുജീവിതത്തിൽ തന്നെ ഒരു പുതിയ അനുഭവമാണ്. 10 വർഷക്കാലം പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചതിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പൊതു സ്വീകാര്യതയാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഘടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ പൂർണ്ണമായും UDFന് കേരളത്തിന് അനുകൂലമാണ്. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ മുന്നണി, അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ദേശീയ തലത്തിൽ ശാക്തീകരിക്കുക എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളിലുള്ള അതിശക്തമായ അമർഷമാണ്, പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അത് വോട്ടർമാരുമായി നേരിൽ സംവദിക്കുമ്പോഴാണ് സത്യത്തിൽ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ആഴം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 10 വർഷക്കാലം പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റിലും അതുപോലെ നിയോജക മണ്ഡലത്തിലും ജനങ്ങൾക്കിടയിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ജനങ്ങൾ ആ വിലയ്ക്ക് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എല്ലാ തലത്തിലും പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയമായും പാർലമെന്റ് അംഗമെന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ തിളക്കമുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കേരള നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ നടപ്പിലാക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രം നടപ്പിലാക്കുന്ന നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കത്തില്ലെന്ന്. ഇതൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. കാരണം പൗരത്വ നിയമ ഭേദഗതി നിയമം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടത് ജില്ലാ ഭരണകൂടമാണ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ നിസ്സഹകരണം ഉണ്ടാകുമ്പോൾ അത് ധാരാളം സാമൂഹ്യ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താൻ. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു എക്സർസൈസ് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല. വളരെ പെട്ടെന്നാണ് പൗരത്വ നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ദിവസം തന്നെ പാസ്സാക്കി എടുക്കുക. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിയമനിർമ്മാണമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മതം പൗരത്വം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡമായി മാറിത്തീരുക എന്ന് പറയുന്നത് ഗൗരവതരമായിട്ടുള്ള ഒരു ഭരണഘടനാ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള അമിതമായ താല്പര്യം വലിയ തോതിലുള്ള ആശങ്കയാണ്, ഉത്കണ്ഠയാണ് സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സാമുദായികമായ വേർതിരിവ് ഉണ്ടാകുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭാവി പുരോഗതിക്കും കേന്ദ്ര ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കും എതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമം നടപ്പാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക, അല്ലെങ്കിൽ അത് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക. സുപ്രീം കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്.